ഏഴോം ഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യത്തെയും അനുബന്ധ അറിവുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം തയ്യാറാക്കുന്നതിനുള്ള ശില്പശാല ഏഴിലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലാർക്ക് ഗിരീശൻ തിടിൽ സ്വാഗതം ആശംസിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൂചിപ്പിച്ച പോലെ 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലൊരു ജൈവ വൈവിധ്യ രജിസ്റ്റർ ഒന്നാം ഭാഗം തയ്യാറാക്കിയത്. നമുക്കൊരു ഒട്ടേറെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 21 ചതുരശ്ര കിലോമീറ്റർ ദൈർഘ്യത്തിൽ പലപ്പോഴും നമ്മൾ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നാണ് പറയുന്നത്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും റിട്ടയർഡ് കോളേജ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ ഖലീൽ ചൊവ്വ ഉദ്ഘാടനം ചെയ്തു. തുടങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകര് ആ പ്രമാണപത്രത്തിന്റെ റിലീസിങ്ങിന് വേണ്ടി പബ്ലിഷ് ചെയ്യാനായിട്ട് വരികയുണ്ടായി. അത് വലിയൊരു ആഘോഷമായി. ശ്രീമതി വന്ദന ശിവ മാത്രമല്ല, ക്ലോഡ് അൽവാരിസ് എന്ന് പറഞ്ഞ് മറ്റൊരു ഇന്തോനേഷ്യയിലെ ഒരു വലിയ പരിസ്ഥിതി പ്രവർത്തകനും കൂടി വരിക. അപ്പോൾ അവരൊക്കെ അന്ന് വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഏറ്റവും നല്ല നമ്മുടെ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം അക്കാലത്ത് നമ്മുടെ തന്നെ ചില വിഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സസ്യലതാദികളെക്കുറിച്ച് പാശ്ചാത്യര് അതിൻ്റെ അവകാശം ഉന്നയിക്കുന്ന ഒരു സമയമായിരുന്നു. കാട്ടുടമ്പടിയൊക്കെ വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടേതായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു 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 രീതി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മഞ്ഞളും ബസ്മതി റൈസ് എല്ലാം വിദേശത്തുള്ള ചില സംഘടനകളോ രാജ്യങ്ങളോ അവരുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അത് അവരുടെ പേരിലാക്കി രജിസ്റ്റർ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അതിന്റെ ഒരു പ്രതിരോധം എന്ന നിലയ്ക്കാണ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്ന് പറയാൻ നമ്മുടെ നാട്ടിലുള്ള സാധനം നമ്മൾ തന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ പിന്നീട് ആർക്കും അതിന്റെ മേലൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ നിലക്കാണ് ഇത് അന്ന് തുടങ്ങി വെച്ചത്. എക്സ്പേർട്ട് അംഗം പി വി പ്രസാദ് ശില്പശാല വിശദീകരണം നടത്തി. ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ എ സുഹദ മാർഗരേഖയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ മാസ്റ്റർ, പയ്യന്നൂർ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ രതീഷ് നാരായണൻ, ജന്തുശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ പി ആർ സ്വരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുലോചന, ഏഴിലം എം ഡി ഇ വേണു തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. പയ്യന്നൂർ കോളേജിലെ സസ്യശാസ്ത്രം ജന്തുശാസ്ത്ര ബിരുദ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ വിഷയത്തിലെ വിദഗ്ധർ, പഞ്ചായത്ത് മെമ്പർമാർ, കൃഷി ഓഫീസർ, വെറ്റിനറി ഡോക്ടർ എന്നിവർ വിവിധ ഗ്രൂപ്പുകളിൽ പങ്കെടുത്തു.
വിവിധ വിഷയങ്ങളുടെ ഗ്രൂപ്പ് അവതരണം രഞ്ജിത്ത് കുമാർ എം, രവീന്ദ്രൻ തിടിൽ, ഗിരിജ SP, വി ബാലകൃഷ്ണൻ, വി മോഹനൻ എന്നിവർ നടത്തി. ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത ശില്പശാല ക്രോഡീകരിച്ച് സംസാരിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് മീഡിയ ന്യൂസ്, ഏഴോം.